ആശാവർക്കർമാരുടെ വേതന വർധനയിൽ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രി JP നദ്ദയുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തും. അല്പസമയത്തിനകം പാർലമെന്റിലാണ് കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയിലാണ് ആശാവർക്കർമാർ. നോബൽ മാരിക്കാരൻ നൽകും ചർച്ചയുടെ വിശദാംശങ്ങൾ. നോബൽ ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങളായിരിക്കുമല്ലേ? എന്തായാലും ഒരുപാട് പ്രതീക്ഷകളുമായാണ് കേരളത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ കാത്തിരിക്കുന്നത്. റോഷ്നി, ആശാവർക്കർമാർ വലിയ പ്രതീക്ഷയോടെ അവിടെ കാത്തിരിക്കുമ്പോൾ ഇന്ന് 3:10 കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അല്പം മുമ്പ് കേരള ഹൗസിൽ നിന്ന് പാർലമെന്റിലേക്ക് വീണ ജോർജ് പോവുകയും ചെയ്തു. ആശാവർക്കർമാരുടെ പ്രശ്നം തന്നെയായിരിക്കും സജീവ ചർച്ചയാവുക എന്ന് നേരത്തെ വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു. ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്നാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത്. പക്ഷേ പല പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് NHMന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല തർക്കങ്ങളും വിവിധ അഭിപ്രായങ്ങളും ഉണ്ട്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ സംസാരിച്ചപ്പോൾ JP നദ്ദ വ്യക്തമാക്കിയത് കേരളത്തിൽ നൽകാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിലായി കേരളം ചിലവഴിച്ച തുകകളുടെ കണക്കുകൾ തിരിച്ചു നൽകിയിട്ടില്ല എന്നുകൂടി വിമർശനമായി ഉന്നയിച്ചിരുന്നു. നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്ന കണക്കുകളെ സംസ്ഥാനം തള്ളുകയും അതിൻ്റെ ആധികാരികത ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മുൻപ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി JP നദ്ദയെ കണ്ട് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചതാണ്. ഒപ്പം UDF MPമാരും സമാനമായ കൂടിക്കാഴ്ച JP നദ്ദയുമായി നടത്തുകയും ചെയ്തു. എന്താണെങ്കിലും ആരോഗ്യമന്ത്രിക്ക് കേരളത്തിലെ ആശാവർക്കർമാരുടെ സാഹചര്യം കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വീണ ജോർജ് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ ഒരു സഹായം ഇതിൽ തേടിക്കൊണ്ട് ഈ പ്രശ്നപരിഹാരത്തിലേക്ക് പോകാനായിരിക്കും ശ്രമിക്കുക. കേന്ദ്രം എന്ത് നിലപാട് ഇത് സ്വീകരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷേ വാഗ്ദാനം നൽകി മടക്കി അയക്കുകയാണെങ്കിൽ അത്തരത്തിൽ അതൊരു വലിയ പ്രതീക്ഷയാണ്. പക്ഷേ നടപ്പാക്കിയില്ലെങ്കിൽ ആശാവർക്കർമാർക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്നത്തെ കൂടിക്കാഴ്ച എല്ലാവരും നോക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മാസം സമാനമായൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വീണ ജോർജ് ദില്ലിയിൽ എത്തിയെങ്കിലും അന്ന് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നില്ല. പിന്നീട് അത് മറ്റു വലിയ വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്തു. പ്രത്യേകിച്ച് ക്യൂബൻ പ്രതിനിധി സംഘത്തെ മന്ത്രി കണ്ട് മടങ്ങിയതൊക്കെ ആശാവർക്കർമാരും മറ്റ് പൊതുസമൂഹമൊക്കെ വലിയ വിമർശനങ്ങളിലേക്ക് പോവുകയും വിവാദത്തിലേക്ക് അത് എത്തുകയൊക്കെ ചെയ്തതാണ്. എന്താണെങ്കിലും ഇത്തവണ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചു എന്ന് തന്നെ ഒരു പോസിറ്റീവ് സൈനായി തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച ആരംഭിക്കും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ച് കേരള ഹൗസിൽ എത്തുമ്പോൾ മന്ത്രി നമ്മളോട് പ്രതികരിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. റോഷ്നി, ശരി, എന്തായാലും കൂടിക്കാഴ്ച അല്പസമയത്തിനകം നടക്കും. അതിന്റെ വിശദാംശങ്ങളെല്ലാം നമുക്ക് വരും മണിക്കൂറുകളിലും എടുക്കാം. നോബൽ മാരിക്കാരൻ തന്നെ അത്തരം അപ്ഡേറ്റുകളിലൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.